ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ട്രയൽ അടിക്കുന്ന സമയത്ത്, ഫസ്റ്റ് റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് 1-2 കംപ്ലയിൻസുകൾ കിട്ടിയിരുന്നു. ഒന്ന്, നമുക്ക് ബാക്ക് ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ആയിട്ട് നല്ല രീതിയിൽ അടി ബാക്കിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ആണ്, രണ്ടും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെയിനൊക്കെ നല്ലോണം ലൂസായി പോയ കാണും. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുന്ന സമയത്ത് പുകയുടെ പ്രശ്നം കാണിക്കും. നല്ല രീതിയിൽ പുകയുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് അത് സർവീസിൽ കയറ്റുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. കാരണം നമുക്ക് പുകയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്ത്, എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഇപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നമ്മൾ ചെയ്യണില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കണ്ട കംപ്ലയിൻ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എഞ്ചിൻ്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞ സൗണ്ട് വ്യത്യാസമുണ്ട്. സിലിണ്ടർ പിസ്റ്റൻ്റെയൊക്കെ തേമാനത്തിൻ്റേതായിട്ടുള്ള സൗണ്ട് ഉണ്ട്. അതിൻ്റെ പുക കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുഴക്ക സൗണ്ട് ഉണ്ട്. അത് ശരിക്കും എഞ്ചിനുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ കംപ്ലയിൻ്റ് ആണ്. പിന്നെ അതേപോലെ നമുക്കതിൻ്റെ വയറിങ്ങിൻ്റെ കംപ്ലയിൻസുകളുണ്ട്. അത് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഡീറ്റെയിൽസ് ഞാൻ അഴിച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് അഴിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി കൂട്ടത്തിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അഴിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ വീഡിയോ തന്നെ പെടുത്താം. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ഷോക്ക് അബ്സർ പോയിട്ട് നല്ല രീതിയിൽ അടിയുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്. നല്ലൊരു മുഴക്ക സൗണ്ട് തന്നെ ഉണ്ട്. പിന്നെ വണ്ടിക്ക് നല്ല രീതിയിൽ പുക കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ട്രയൽ നടത്തുമ്പോൾ നമുക്ക് കിട്ടിയൊരു കംപ്ലയിൻറ്റ്. ബാക്കിയത്തെ ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 1-2 വർക്കുകൾ നമുക്ക് അഡീഷണൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ, ലൈറ്റ് ഐറ്റംസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഫുഡ് റെസ്റ്റുകൾ, ഫ്രണ്ടിലത്തെ റൈറ്റ് ലെഫ്റ്റ് ഫുഡ് റെസ്റ്റിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് കൂടുതൽ ചെരിവ്, അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ തുടങ്ങിയിട്ട് ചെയിൻ, എയർ ഫിൽട്ടർ, പ്ലഗിൻ്റെ ഭാഗം, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അതുമേ ഈ ഹബിനകത്തൊക്കെ നോക്കുമ്പോൾ ഹബിനകത്ത് ഈ ലൈനർ വർക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനെ സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ, അത് തേഞ്ഞൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്ത് ഇതേപോലെ തന്നെ വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം മാക്സിമം. കാരണം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസ് പക്ക ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേമാനം വന്നേക്കുന്ന ഡ്രം സെറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് സ്റ്റാൻഡേർഡ് ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. നമുക്ക് ഏകദേശം ഒരു 1000 തുടങ്ങി 1500 രൂപ കൊണ്ടാണ് അതിൻ്റെ റേറ്റ് വരാം. അത് സമയം പിടിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കമ്പനി ലൈനർ ഇടാണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി വരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നമ്മളുടെ ലൈനറിൻ്റെ ബ്രേക്കിൻ്റെ ഒരു പെർഫെക്ഷൻ, അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ തന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും ആ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ഒരു കംഫർട്ട് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. ചവിട്ടിയെ നിൽക്കാത്ത പോലെ ഒരു ഫീലൊക്കെ വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് ലൈനറും ഹബ്ബും തമ്മിൽ ഒരേണ സമയത്ത് ഈ വന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ പൊടി കയറി നിൽക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഏജൻറ്റ് പോലെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചവിട്ടിയ ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അതാണ് സംഭവിക്കണേ. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തറാം. എന്നിട്ട് കൂടുതലായിട്ട് പ്രശ്നം വന്ന സമയത്ത് ഈ പറഞ്ഞ രീതികളെ ചെയ്താലാണ് ഞാൻ പക്ക ക്ലിയർ ആയിക്കോളത്. പിന്നെ നമുക്ക് അതിൻ്റെ ടയർ, നമുക്ക് കിടക്കുന്ന ടയർ കട്ട ചെയ്താണ്, റീസോൾ ചെയ്തിരുന്ന ടയറൊക്കെയാണ് കിടക്കണേ. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബബ്ലിങ്, വെട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പാളിച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ വീലിൻ്റെ റബ്ബർ സെറ്റ്, ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വണ്ടി ഗിയറിലിട്ട് എടുക്കുന്ന സമയത്ത് ഈ സ്പോക്കറ്റ് ഇതിങ്ങനെ ഒരു ഷേക്ക് കാണിക്കും, ഇങ്ങനെ ഒരു കുതിപ്പ് കാണിക്കും. അതാ ഇതിന് പ്ലേ ഉള്ളതുകൊണ്ടാണ്. ആക്സിലേറ്റ് കുറച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു ചാട്ടം കാണിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റണതെന്ന് പറഞ്ഞാൽ ചെയിൻ ഓവർലാപ്പിംഗ് വരും. അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എത്ര നല്ല ചെയിൻ ഇട്ടു എന്ന് പറഞ്ഞാലും ചെയിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇത് നമുക്ക് ചെയിൻ നല്ല രീതിയിൽ അടി കാര്യങ്ങളുണ്ട്, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. വലിയ പഴക്കമില്ലാത്ത ചെയിനാണ് കിടക്കണേ. ഹീറോൻ്റെ ഒറിജിനൽ ചെയിനൊന്നുമല്ല, IFB എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെയിനാണ്. പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം നല്ല ചെയിനാണ്. അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തൊക്കെ റീസെറ്റ് ചെയ്തെടുക്കാം. ഈ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ രണ്ടും കംപ്ലയിൻ്റ് ആവും. അത് ചെറുതായിട്ടൊരു ഗട്ടറി ചാടിയപ്പോഴും വണ്ടി അന്യെ തീറിപ്പാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയിനും പ്രശ്നം തന്നെ കാണിക്കുള്ളൂ. കാരണം പെട്ടെന്ന് വലിച്ചിട്ട് വരും. നമ്മൾ കറക്റ്റ് ടൈറ്റിൽ നിർത്തിയാലും ഈ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഓവർ ആക്ഷൻ വരും, ചെയിൻ വലിയും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ചെയിൻ സ്പോക്കറ്റ് നമ്മൾ ടൈറ്റ് ചെയ്തൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് ഉപയോഗിക്കാം.
ഈ ഷോക്ക് അബ്സറാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഷോക്ക് അബ്സർ മാറ്റി ഇട്ടിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ രീതികളെ എന്ത് ചെയ്താലും. ഇതിപ്പോൾ ഈ ചെയിൻ സ്പോക്കറ്റ് മാറുന്നതിന് മുമ്പ് നമ്മൾ ഷോക്ക് അബ്സർ മാറ്റേണ്ടതായിരുന്നു. കാരണം ഈ ചെയിൻ നിൽക്കില്ല, ചെയിന് ലൈഫ് കിട്ടില്ല, പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും. കാരണക്കാരൻ ഈ ഷോക്ക് അബ്സറാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. എയർ ഫിൽറ്റർ മാറേണ്ട ഒരു ടൈമാണ്. ശരിക്കും എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ മാറ്റി വിടേണ്ടതാണ് സംഭവം. കാരണം ഇതും കൊണ്ട് വരുന്ന കംപ്ലയിൻസുകളൊക്കെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മളായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണെന്നായിരിക്കും. പക്ഷേ ഇത് ബ്ലോക്ക് ആകുമ്പോൾ, ഇതൊരു പേപ്പറാണ്, ബ്ലോക്ക് ആകുമ്പോൾ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ചെല്ലുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് പെട്രോളായിരിക്കും കൂടുതലില്ല. ആ പെട്രോൾ ചെല്ലുന്ന പെട്രോളിന് ഫുള്ളായിട്ട് കത്തിക്കാനുള്ള ഇഗ്നീഷനൊന്നും അതിൻ്റെ ഉള്ളിൽ കിട്ടില്ല, ടൈമിങ്ങും കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊല്യൂഷനായിട്ട് വരും, കരി കൂടുതലായിട്ട് നിൽക്കും, വാൽവിലും പിസ്റ്റൺ ടോപ്പിലൊക്കെ സൈഡിലൊക്കെ നല്ല രീതിയിൽ കയറണം വരും. അത് ക്രമേണ സിലിണ്ടർ പ്രശ്നങ്ങളിലേക്കൊക്കെ വരും, കംപ്ലയിൻറ്റ് വരും. അങ്ങനത്തെ ഒരു പ്രോബ്ലംസൊക്കെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഫിൽറ്ററൊക്കെയാണ് കേട്ടോ. എയർ ഫിൽറ്റർ എന്തെങ്കിലും കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസുകളുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് നോക്കി, ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണം, 2024 മോഡൽ ബാറ്ററി കണ്ടിരിക്കണേ. ശരിക്കും ഈ ബാറ്ററി അല്ല ഇതിന് ശരിക്കും 5 ആമ്പിയർ ബാറ്ററി തന്നെ. അതായത് ഇതിപ്പോൾ 4 ആമ്പിയറിൻ്റെയാണ്. 5 ആമ്പിയർ ഇച്ചിരി പൊക്കമുള്ള ടൈപ്പ് ബാറ്ററിയാണ്. ഇത് ചെറിയ ബാറ്ററി വെച്ചാണ്. പക്ഷെ എന്നാൽ പോലും ഫങ്ഷൻസൊക്കെ വർക്ക് ചെയ്യേണ്ടതാണ്. അത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ ശരിക്കും ലെവൽ വളരെ കുറവാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ലെവൽ ബോൾട്ടാണത്. കാരണം ഈ ബോൾട്ട് അഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരണം. അതാണ് ഈ ഗ്ലാമറിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ബോൾട്ടാണത്. അപ്പോൾ അത് അഴിക്കുമ്പോഴും ഓയിലില്ല. ഒരുപാട് കുറച്ച് ചരിച്ചതിന് ശേഷമാണ് ഓയിൽ വന്നത്. ആ ഓയിൽ തന്നെയാലും അത്യാവശ്യം ഇതാണ് കളറ്. അപ്പോൾ ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ടാവണം. അപ്പോൾ അതുകൂടി മാറ്റി വിടണമാണ് നല്ലത് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ശരിക്കും ഈ പ്ലഗ് അല്ല ഇതിന് വേണ്ട. ഇതിൻ്റെ പ്ലഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പ്ലഗ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ത്രെഡിൻ്റെ സൈസ് നോക്കാം. ത്രെഡ് ലെങ്ത്ത് കൂടുതലാണ് നമുക്ക് ഗ്ലാമറിന് വരാം. ഇത് സാധാരണ പഴയ മോഡൽ സ്പ്ലെൻഡർ മോഡൽ വണ്ടികളിൽ വരുന്ന പ്ലഗ്ഗാണ് ഇത്. ഇതിപ്പോൾ സംഭവിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ബാലൻസ് ഇപ്പോൾ ഈ പ്ലഗ് ഇത്ര ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ത്രെഡിനകത്ത് ഫുള്ള് കരി വന്നിട്ട് അടഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ പുതിയ പ്ലഗിന് ഇപ്പോൾ മാറ്റിയിട്ട് ഗ്ലാമറിൻ്റെ ഇടാമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ഫുൾ കരി വന്ന് അടഞ്ഞേക്കണം കൊണ്ട് തന്നെ നമുക്ക് ആ പ്ലഗ് കയറില്ല. അപ്പോൾ പ്ലഗ് ഇതന്നെ ഇടാനേ പറ്റുള്ളൂ. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ലെയ്ത്തിലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ആ ടാപ്പ് ത്രെഡ് ഒന്ന് ടാപ്പ് ചെയ്തിടുക. അപ്പോഴാണ് അത് കറക്റ്റ് ടൈമിങ്ങിലൊക്കെ നിർത്തിയിട്ട് ചെയ്യണം. കാരണം കറക്റ്റ് ടൈമിങ് നിർത്തി ചെയ്ത് കഴിഞ്ഞാൽ വല്ല പിസ്റ്റൻ്റെ സൈഡിലോ മറ്റേ വാൽവിൻ്റെ ഭാഗത്തൊക്കെയാണ് ചെന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വേറെ കംപ്ലയിൻസ് വരും. അപ്പോൾ തൽക്കാലം റിസ്ക് എടുക്കണ്ട. നിലവിൽ ആ പ്ലഗ് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വയറിങ്ങിൻ്റെ ഈ ഭാഗമൊക്കെ ഫുള്ള് കട്ടായിട്ട് ഷോർട്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൂട്ടത്തിൽ കൂടെ കറക്റ്റ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഇൻഡിക്കേറ്റർ ഫോണൊക്കെ വർക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ ലൈൻ കംപ്ലയിൻ്റ് ആണ് അതിനകത്ത് കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യൽ നടക്കില്ല. കാരണം ഇവിടെ നോക്കുമ്പോൾ ഇതുണ്ടോ, സ്പീഡോമീറ്റർ കേബിളതിൻ്റെ ഉള്ളിൽ ഒടിച്ച് സ്റ്റക്കായിട്ടിരിക്കുക. ഒന്നാമത് ഈ മോഡലിൻ്റെ മീറ്റർ അവൈലബിൾ അല്ല, കിട്ടാനില്ല. കമ്പനി ആയിട്ടും ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫുൾ സെറ്റായിട്ട് വരാം. ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് അവൈലബിൾ അല്ല, നമ്മൾ ചെയ്യാറില്ല. ജെനുവിൻ പാർട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ്, നമ്മൾ ജെനുവിൻ പാർട്സുകൾ മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐറ്റം നമ്മുടെ അവൈലബിൾ അല്ല. സ്പീഡോമീറ്ററിൻ്റെ കേസ് നമുക്ക് തൽക്കാലം ഒഴിവാക്കേണ്ടി വരും. കാരണം അത് റെഡിയാക്കാൻ സാധിക്കില്ല. കാരണം മെക്കാനിസം അവൈലബിൾ അല്ല. മെക്കാനിസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ അത് നടപടിയില്ല, ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നിലവിൽ ജനറലായിട്ടുള്ള സർവീസായിട്ടാണ് തന്നെ. പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ഷോക്ക് അബ്സറിൻ്റെ കേസൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാം. ഷോക്ക് അബ്സർ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റാം. ഞാൻ അതിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് ഫുഡ് റെസ്റ്റിൻ്റെ കേസ് വന്നിട്ടുണ്ട്. 2 സൈഡ് ഫുഡ് റെസ്റ്റ് പോയിട്ടുണ്ട്. അത് നമുക്ക് ഇടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡിന് കൂടുതൽ ചെരിവിൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ചെരിവ് കാണിക്കുന്നതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് ഓൾറെഡി എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡ് ചെറിയ ഷോർട്ട് സ്റ്റാൻഡാണ്. അത് കൂടാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചേസിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, ഇവിടെ നോക്കുമ്പോൾ വെൽഡിങ് വിട്ടിരിക്കാം. അപ്പോൾ അതൊന്ന് ശരിക്കും വെൽഡ് ചെയ്ത് ബലപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സ്റ്റാൻഡിൻ്റെ കേസ് ഒന്ന് നോക്കേണ്ടി വരും. കാരണം സ്റ്റാൻഡ് ഇപ്പോൾ ജസ്റ്റ് അടിയിലൊരു ചെറിയ പീസ് വെച്ച് കൊടുത്ത് പൊക്കം വരുത്തിയാലും കുഴപ്പമില്ല. പക്ഷേ നമുക്കിവിടെ ചേസിൻ്റെ ഈ ഭാഗം റെഡി ആക്കിയില്ല എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഇതാണ് പൊളിഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വെൽഡിങ് വിട്ടിരിക്കുക. ഈ സൈഡ് ഇത് നോക്കുമ്പോൾ ഈ സൈഡൊക്കെ വെൽഡിങ് വിട്ടിരിക്കുക. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ഇടുമ്പോൾ അതിൻ്റെ ഈ ഹോൾഡറൊക്കെ പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ ഹോൾഡർ ഉണ്ടോയെന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ആ ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഏകദേശം ഇത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം. ഞാൻ അതിനകത്ത് ബാക്ക് ഷോക്ക് അബ്സർ ഉൾപ്പെടുത്തല്ല, അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ബാക്കിയത്തെ ഭാഗങ്ങൾ ഇപ്പോൾ വയറിങ്ങിൻ്റെ ആയാലും ജനറൽ സർവീസ് ആയാലും അതേപോലെ എയർ ഫിൽറ്റർ ഹോൾഡർ എഞ്ചിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.